കേട്ടോ. എന്നാ ബാക്കി നീ വെച്ചോ. ജോസേ നോക്കി നിൽക്കാതെ പിടിക്കാൻ വേണ്ടി അല്ല പിന്നെ നരി വരില്ലെന്ന് എനിക്കറിയാം. എന്നാലും അപ്പൂനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങുമ്പോ കുറുപ്പേട്ടെങ്കിലും സ്റ്റേഷൻ വരെ വരുമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാ കുഞ്ഞെ? ഇന്നലെ മുതൽ സാറിന്റെ പുറകെ നടന്ന് ചോദിക്കുവാ ഞാൻ വണ്ടിയും കൊണ്ട് സ്റ്റേഷനിൽ വന്ന് നിക്കട്ടെ എന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞാണ് കുറുപ്പേ എന്റെ അച്ഛൻ ചെറുക്കനെയും പിക്കപ്പ് ചെയ്യാൻ നല്ല സർക്കാർ വണ്ടി അവര് വലിയ ടാക്സി പിടിച്ചു വന്നോളുന്നു അല്ലേ? അപ്പോ സത്യം വന്നാട്ടെ മിടുക്കന് വരൂ. ഇതിപ്പോ കഴിഞ്ഞ തവണ നിങ്ങൾ സ്ഥലം മാറി പോയ പിന്നെ ഒരിക്കലും വേറെ താമസിച്ചിട്ടില്ല. തൂക്കാനും വാരാനൊന്നും ആളില്ലാതെ സർക്കാർ കോട്ടേഴ്സ് ഒന്നും ഇപ്പൊ എസ് ഐമാർക്ക് പോലും വേണ്ട. ആ അത്തേക്ക് വെച്ചോളൂ വീട്ടിൽ നിന്നാ. എന്നിട്ട് എങ്ങനെയുണ്ട് കുറുപ്പേട്ടന്റെ സാറ് വന്ന് ജോയിൻ ചെയ്തിട്ട്? സാറ് കേക്കുകയല്ല, എന്നാലും പറഞ്ഞു കൊടുക്കണം. പുള്ളിക്കാരൻ ഒരാൾ വിചാരിച്ചാലൊന്നും യോഗം നന്നാവാൻ പോണില്ല. വന്നിറങ്ങി 2 ദിവസം കൊണ്ട് ഇപ്പൊ തന്നെ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട്. തേ പുലി പിന്നെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട്. ഹലോ, എങ്ങനെ 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 ഏത് ചെക്ക് പോസ്റ്റില് എത്ര ലോഡ്? നമുക്ക് പിടിക്കാന്ന് അല്ലല്ലേ? കുടിച്ചാൽ ആള് തട്ടി പോകുന്ന കേസൊന്നുമല്ലല്ലേ? അല്ല അങ്ങനെ റേറ്റ് കൂടും അതാ. അയ്യോ നീ ചാടിക്കൊരു കാശൊന്നും ഫിക്സ് ചെയ്യണല്ലേ? നമുക്ക് പേശാം, നമുക്ക് ബാർഗെയിൻ ചെയ്യാം. എന്റെ പൊന്ന് സാറേ, ഐസിടാത്ത മീനാണ്. ചെയ്യുന്നതിന് മുമ്പ് വെക്കം വിട്ടേക്കണം സാറേ. എന്നാ പിന്നെ വണ്ടി സ്റ്റേഷനിലോട്ടാണ് മാറി. ഞങ്ങൾ സർക്കാർ ഒരു AC ഒഴുതി തരാം നിന്റെ ഉണക്കം വെട്ടിയുടെ മൂട്ടിലോട്ട്. അല്ലേ മോളാ ബുക്കും പേപ്പറൊക്കെ ഉണ്ട് സാറേ. വണ്ടി നിന്റെ തല എവിടാ? തല തല എവിടാന്ന് ചോദിച്ചപ്പോ തല എവിടാണ് ചന്തിക്കുകയാണ് ഹെൽമെറ്റ് ഉണ്ടാക്കുന്നത്. എന്റെ പൊന്ന് സാറേ. നേരെ സർ, ഹെൽമെറ്റ് നോട്ട് യൂസിങ് സർ ആൻഡ് ഇല്ലിജിബിൾ നമ്പർ പ്ലേറ്റ് സർ. ഒരു 500 എഴുതി കൂടെ. അയ്യോ അയ്യോ, ഞങ്ങള് പോലീസുകാരിങ്ങനെ ഉറിപോലെ നിൽക്കുമ്പോ ഈ കൊട്ടേഷൻ ജോബ് പുറത്ത് കൊടുത്തേക്കല്ലേ പങ്കെ. പിന്നെ വണ്ടി പിടിക്കാനാ നല്ല ബെസ്റ്റ് പിള്ളേരെ ചെയ്തു. ആ ചേച്ചി വൈകിട്ട് തന്നെ വിളിക്കും. ആ എന്താണ് റാസ്കൽ? എന്താണ് ഇത്? പൈസ പൈസ ചെതുപ്പനെടുത്ത് മാറ്റാ. ആ നേരെ ഒരു 100 എഴുതിട്ട് ബുക്കും പേപ്പറും കൊടുത്തേ. അയ്യോ സാർ, ഇത് പോടാ 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 മാറി. അതെ ചായ കാശ് കൊടുത്ത് പോയിക്കോ. ഫോൺ നമ്പർ വാങ്ങിച്ചോ. ആ എങ്ങനെയാടി? റെഡ് ലേബലിന്റെ പട്ടി കുടിക്കും, നീ ബ്ലൂ ലേബിൾ കയറാൻ പറഞ്ഞു. ഞാൻ തനിക്കെന്താ തൂറാൻ വിട്ടുന്നോ? ഒന്ന് തീർപ്പാക്കി വിട്ടേക്കണേ സാറേ. എനിക്ക് കുഞ്ഞുങ്ങളെ സമയത്തിന് വെള്ളപ്പുറത്തിൽ എത്തിക്കാനുള്ളതാ. ശാന്ത ഞാൻ അങ്ങോട്ട് വിളിക്കാം. കൃത്യസമയത്ത് അങ്ങോട്ട് വളർത്തിയില്ല വെറ്റാണ് തല പൊട്ടി തെറിച്ചു പോവോ? ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളാ, ദയവ് ചെയ്ത് മര്യാദയോട് പറയരുത്. അയ്യോ ചവിടല്ലേ സാറേ, കൊടൽ ഓപ്പറേഷൻ കഴിഞ്ഞാളാ. പോലീസിന് മര്യാദ പഠിപ്പിക്കുന്നതാ. എന്താണത്? എവിടാ എവിടാ എവിടെ നിന്നെ ഇടിക്കരുത്? എവിടെ നിന്നെ ഇടിക്കരുത്? സാറേ ഇന്നലെ രാത്രി ബൈക്കുകാരൻ കൊണ്ട് ഇടിപ്പിച്ചതാ. കട വന്നാൽ ഉടനെ മാറ്റിക്കൊള്ളാൻ സാർ. കടവർന്ന് മാറ്റിയിട്ട് വണ്ടി എടുത്താ സാറേ. എനിക്ക് കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ എത്തിക്കാനുള്ള ഒരു 500 നോ ഇൻഡിക്കേറ്റർ ഓവർലോഡ്. സാറേ ചതിക്കല്ലേ, വണ്ടിയുടെ തിരിച്ചടിക്കാനുള്ള കാശാ. കൈവായ്പ വാങ്ങി പിടിക്കുന്നോടോ? പട്ടി തരുന്നോ?
പോടാ. എന്റെ കാശും പിടിച്ചു കൊടുത്തിട്ട് സർ വിളിക്കണം ഐ ജിയെ. സർ എന്റെ പൊന്നു സാറേ, ഞാൻ നരേ വേണ്ട, ചുമ്മാ നാറാൻ നിക്കണ്ട. നായരെ പിടിക്കാവനെ ഇങ്ങോട്ട്. സർ പോലീസ് അവസ്ഥ കൈവച്ചിട്ട് മൂട്ടോട്ട് വിളിക്കത്തോളാം. നരേ മാറ. സാറേ കാര്യം എന്തായാലും ഇനി തൊട്ടുപോകരുത് ഈ പാവത്തിന്. ഹലോ 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 സാർ 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 ഒറ്റ മിനിറ്റ് സാർ. നരി മാറാൻ. മാറാൻ അങ്ങോട്ട്. അയ്യോ വേണ്ട സാറേ, വിട്ടേക്കും സാറേ. സാർ കഷ്ടം. ഇനി ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാൻ? ഇവൻ പിടിച്ചു പറിച്ചത് തനിക്കുണ്ടോ? ഉണ്ട് സാർ, പക്ഷെ വേണ്ട, കൊണ്ടുപോയി തിന്നട്ടെ പട്ടി. പോയിക്കോട്ടെ സാറേ, കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാശാ വണ്ടിയിൽ. വലിയ ഉപകാരം. പോയിക്കോട്ടെ. കണ്ടില്ലേ, അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്. തന്തയ്ക്ക് പറഞ്ഞ ഗുണമുണ്ട്. നിനക്ക് അതില്ലാതെ പോയി. ഐ പിറ്റി നോട്ട് യു ബട്ട് ദിസ് അറ്റയർ, ദിസ് യൂണിഫോം. പൊതുഖജനാവിന്ന് പണം മുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് ദാ ഇവരെ പോലെയുള്ള പട്ടിണിപ്പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്. ഗുഡ് മോർണിംഗ് സർ. ആ എന്താടാ, തീർന്നോ നിന്റെ സസ്പെൻഷനൊക്കെ? സർ പക്ഷെ പോസ്റ്റിംഗ്. ആ സാർ സാർ ഫോൺ. സാർ നരേന്ദ്രൻ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാർ. സാർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തരവഴി കാണിച്ചിട്ട് വന്ന് ഞെളിഞ്ഞ് നിൽക്കുന്നു. കണ്ടില്ലേ ബ്ലേഡി ഇഡിയറ്റ്. ഗുഡ് മോർണിംഗ് സാർ. എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ 48 കഴിഞ്ഞില്ലല്ലോടാ കൊച്ചിയിലോട്ട്. എന്നിട്ടിപ്പോ എന്തായിരുന്നു നിന്റെ കഴം സൂക്കാട് ഇവന്റെ നെഞ്ചത്തോട്ട് പിടച്ചു കയറാൻ, അതും പബ്ലിക് റോഡിലിട്ട്. എടാ ഇങ്ങോട്ട് നോക്കാൻ. ആർ യു നോട്ട് അഷേംഡ് യു ഇഡിയറ്റ്? സാർ നിനക്ക് നാണിക്കാൻ അറിയാൻ മേലെന്ന്. സാർ സാറിന് അറിയില്ലേ നാണിക്കാൻ? ഇവനെ പോലെയുള്ള എന്റെ വക്കാലത്തോട്ട് എന്റെ മുമ്പിൽ വരാൻ. ആർ യു നോട്ട് അഷേംഡ്? തർക്കുത്തരം പറയുന്നോടാ ഇഡിയറ്റ്. സാർ പ്ലീസ് വേണ്ട സാർ, എനിക്ക് വേണ്ടി സാർ നാണം കിടാൻ നിൽക്കണ്ട. ഈ നാരുടെ കൊമ്പിൽ വിടാവനെ. ആഹാ തൊട്ടുപോകവനെ. സോറി സാർ. അവന്റെ ഒരു സോറി. ജയ് സാർ. നിന്റെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം. സാർ നീ കണ്ടോ, കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. മാറങ്ങോട്ട്. സാർ സാർ പെട്ടി. ടേക്ക് ഇറ്റ്. സാർ ടേക്ക് ഇറ്റ് ഐ സെറ്റ്.
ഹോ, രാവിലെ എഴുന്നള്ളിക്കോളൂ മനുഷ്യന്റെ ബി പി കൂട്ടാൻ. ഘനമുണ്ടോടാ? എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഘനമുണ്ടോന്ന്. നിന്റെ വായിൽ എന്താണ് സാർ അങ്ങോട്ട് പിടിച്ചു നോക്ക് കനുണ്ടോ. ഒറ്റ ആ ബട്ട കയറോ. ഇപ്പൊ എങ്ങനെയാടാ? പതിവുണ്ടോ? ബോംബിറ്റ വൈകിട്ട് യൂണിഫോം അഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു 4 എണ്ണം. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എന്താടാ? സാറ് സാറിന്റെ പണി നോക്ക് സാറേ. ആ പെട്ടി അങ്ങോട്ട് വെക്കടാ. ആ തുറക്ക. എന്നാ നിനക്കാ. എനിക്ക് വേണ്ട. ഹാ അങ്ങോട്ട് പിടിക്കടാ. എടാ കുപ്പിയാ, നല്ല മെക്സിക്കൻ ഡ്രിങ്ക്. ഇല്ലേ മോന്തിട്ട് കയ്യെ നാരങ്ങ പിടിഞ്ഞതാക്കി. അതിന്റെ പേരെന്തുവാ? ഷക്കീലിയോ? ഷക്കീല അല്ല, ഷക്കില. അതൊക്കെ നല്ല നിശ്ചയമാ. എന്റെ ഷാഹിനാമോള് ലാസ്റ്റ് മന്ത് ദുബായിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. നരിയങ്കളിന് തരാൻ. നീ കണ്ണൂരായിരുന്നത് കൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ല. എന്നാടാ പിടിക്ക്. എനിക്ക് വേണ്ട. എന്ന് വെച്ചാ കുറച്ചു മുമ്പ് താഴെ സകല അവന്മാരുടെ മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരവഴിക്കും പിടിച്ചില്ലേ നിങ്ങൾ? ഞാനൊന്നും പറയുന്നില്ല. എടാ പതുക്കെ. ഡിജിയാ ഒന്ന് എടുത്തോട്ടെ. ഹലോ. ആ കൂടെ സാർ ഷിഹാബുദ്ദീൻ. ഇല്ല സാർ, ചെവിക്ക് പിടിച്ചുകൊണ്ടുവന്ന് എന്റെ മുറിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ. അയ്യോ സാർ അത് വേണ്ട. ഇദ്ദേഹം ഈ ലോ റാങ്കുള്ള ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച് ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ. സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ 9 എണ്ണം തിരിച്ചു വിളിക്കും. നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ. ഹീസ് ആൻ അൺകൂത്ത് റോക്ക്. സാർ 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 ബോധർ ചെയ്യണ്ട, ഞാൻ ടാക്കിൾ ചെയ്തോളാം സാർ. വിളിച്ചോളാം സാർ. ഓ ഇതാണ് പറയുന്നത് തലയ്ക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ തലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന്. എടാ ഏതെങ്കിലും ഒരു DG ഒരു AC നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ? അയ്യേ. ഇനി കുറച്ചു കഴിയുമ്പോ CMന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും. എന്താ സംഭവം, എന്ത് നടപടി എടുത്തു എന്നറിയാൻ. ഞാനെന്തു പറയണം? അല്ല എന്താ പറയേണ്ടത്? പിന്നെ ഞങ്ങൾക്ക് ഒരു പണിയില്ല. എന്താടാ? സാർ CMന്റെ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാമെന്ന്. നരി നീ പൊത്ത് മേടിക്കും കേട്ടോ. കമ്പിളി കണ്ടം ജോസ്. എടാ കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ്. നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം. കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട്സും കടലാസുകളും ഇതിലുണ്ട്. യു വിൽ റിപ്പോർട്ട് ടു മീ. നരി ഒന്ന് നിന്നേടാ. എടാ പാടുപെട്ട് കെട്ടിച്ചോന്നോണ്ട് വന്നല്ലേടാ ഞാന്. പാടുപെട്ട് കെട്ടിച്ചോന്നോണ്ട് വന്നൊന്നുമല്ല. രാവിലെ മാഡം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു. സാറ് പോരാൻ നേരത്തെ മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു. മറക്കാതെ എടുത്തു തരാൻ ഡ്രൈവർ പറഞ്ഞ് ഏൽപ്പിച്ചു. അതല്ലേ സത്യം? അപ്പൊ അവള് വിളിച്ചായിരുന്നു നിന്നെ? എന്റെ അറാം പറഞ്ഞോള്? ഇല്ല സർ, സാറിന്റെ അറാം പറഞ്ഞോളൂ, എന്റെ അറാം പറഞ്ഞോളൂ വിളിച്ചിരുന്നു. താങ്ക് യു സർ. എടാ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പ്രഭ എന്താ പരിപാടി? അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും വിളിച്ചു പറയണോടാ സീനിയേഴ്സിനോട്? വേണ്ട സർ, ആണ്ടിൽ 4 പ്രാവശ്യം സ്ഥലം മാറ്റം കിട്ടുന്നവന്റെ ഭാര്യയ്ക്ക് വക്കീൽ പണിയെന്നല്ല ഒരു പണിയും മുഴുക്കില്ല. എടാ ഇതെന്റെ തീരുമാനമല്ല, അവളുടെ തിരിച്ചറിവാണ്. ഷീ ഹാസ് ക്വിറ്റ്. ഒന്നുകിൽ എല്ലാം ചേർത്ത് എന്നെ സർവീസിന് ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനെ തീർത്ത പോലെ ആരെങ്കിലും പോകാൻ പറഞ്ഞ് എന്നെ അങ്ങ് തീർക്കണം. എന്നാലേ പാവം അവൾക്ക്. നിർത്തടാ, അറം പറ്റുന്ന വർത്താനം പറയും. എടാ തോമസ് ആന്റണി, നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. അവൻ നിന്നെ വിളിച്ചോളൂ.